ഇന്ത്യയിൽ ജനസംഖ്യ 146 കോടി. ഇന്ത്യയുടെ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തിറക്കിയ 2025 ലോക ജനസംഖ്യാ റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും ജനസംഖ്യയേറിയ രാജ്യവും ഇന്ത്യ തന്നെ. രണ്ടാം സ്ഥാനത്തുള്ള ചൈനയിലെ ജനസംഖ്യ 141 കോടിയാണെങ്കിലും 1950 മുതൽ ജനസംഖ്യാ കണക്കെടുക്കുന്ന UN പട്ടികയിൽ 2023 ഇന്ത്യ ചൈനയെ മറികടന്നത്. അതേസമയം ഇന്ത്യയുടെ ജനസംഖ്യ 170 കോടി വരെ ഉയർന്ന ശേഷം കുറഞ്ഞു തുടങ്ങും. അത് 40 വർഷത്തിന് ശേഷമായിരിക്കുമെന്നും യുണൈറ്റഡ് നേഷൻസ് റിപ്പോർട്ട് പറയുന്നു. 2025 ഇന്ത്യയിലെ ജനസംഖ്യയിൽ 26% യുവാക്കളായിരുന്നു. 68% പേരും തൊഴിലെടുക്കാവുന്ന പ്രായക്കാരാണ്. 2011 ശേഷം സെൻസസ് നടത്തിയിട്ടില്ലാത്തതിനാൽ ഇന്ത്യയിലെ ജനസംഖ്യയെ സംബന്ധിച്ച് സർക്കാർ കണക്കുകൾ ലഭ്യമല്ല. രാജ്യത്ത് അടുത്ത വർഷം 2026 സെൻസസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദ റിയൽ ഫെർട്ടിലിറ്റി ക്രൈസിസ് എന്ന പേരിലുള്ള ജനസംഖ്യാ റിപ്പോർട്ടിൽ ലോകത്താകമാനമുള്ള ജനന നിരക്ക് കുറയലാണ് മുഖ്യ ചർച്ചാ വിഷയം. പ്രത്യുൽപാദനത്തെക്കുറിച്ച് സ്വതന്ത്രമായ തീരുമാനങ്ങളെടുക്കാൻ ദമ്പതിമാർക്ക് സാധിക്കുന്നില്ലെന്നും അത് പരിഹരിക്കപ്പെടേണ്ട പ്രതിസന്ധിയാണെന്നും പറയുന്നു. വിദ്യാഭ്യാസത്തിലൂടെ അവബോധവും ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തലുണ്ടായെങ്കിലും എത്ര കുട്ടികൾ വേണമെന്നോ എപ്പോൾ കുട്ടികൾ വേണമെന്നോ തീരുമാനിക്കാൻ ഇന്ത്യയിലെ സ്ത്രീകൾക്കായിട്ടില്ല. ഓരോ സ്ത്രീയും ശരാശരി 6 കുട്ടികൾക്ക് ജന്മം നൽകിയിരുന്ന 60കളുടെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശരാശരി 2 കുട്ടികളാണ് ഇന്ത്യൻ വനിതകൾക്കുള്ളത്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ പുരോഗതി രാജ്യത്തെ പ്രത്യുൽപാദന നിരക്ക് ആരോഗ്യകരമാക്കുന്നതിൽ നിർണായക പങ്കുവച്ചിട്ടുണ്ടെന്ന് UN റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യൻ പ്രതിനിധിയായ ആൻഡ്രിയ എം വാഴ്സണർ പറയുന്നത് ഇന്ത്യയിൽ ജനസംഖ്യ 146 കോടി കടക്കുമെന്നാണ്. ഇന്ത്യയിലെ പ്രത്യുൽപാദന നിരക്ക് കുറയുന്നുണ്ടെന്നും ആൻഡ്രിയ എം വാഴ്സണർ പറയുന്നു. ശരാശരി ഒരു വനിതയ്ക്ക് 2.1 ജന്മം നൽകാമെന്ന കണക്കിൽ നിന്ന് പ്രത്യുൽപാദന നിരക്ക് 1.9 കുറയുകയും ഇപ്പോഴുള്ള ജനസംഖ്യാ നിരക്കിനെ നിലനിർത്താൻ 2.1 ആയിരിക്കണം പ്രത്യുൽപാദന നിരക്ക് വരേണ്ടത്. അതായത് നിരക്ക് 1.9 കുറയുമ്പോൾ കണക്കുകൾ പ്രകാരം വേണ്ടത്ര കുട്ടികൾ ജനിക്കുന്നില്ല എന്നും UN റിപ്പോർട്ട് പറയുന്നു. 2026 നടക്കുന്ന സെൻസസിന് എല്ലാ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളും ശ്രദ്ധാലുക്കളാകേണ്ടതും കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടതും നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും സാമൂഹ്യനീതിയുടെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമായതിനാൽ കൃത്യമായ വിവരങ്ങൾ നൽകുകയും കൃത്യമായ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഈ 2026 നടക്കുന്ന സെൻസസ് വിജയകരമാക്കുവാൻ എല്ലാ ഗ്രാമ ജനതയോടും ഗ്രാമസഭ റിപ്പോർട്ട് അഭ്യർത്ഥിക്കുകയാണ്.